ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് വന്ന ഏറ്റവും വലിയ വാർത്ത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കുഞ്ഞിനോട് കാണിച്ച അതിക്രമമാണ്. ബാലരാമപുരത്ത് ഒരു ചെറിയ കുഞ്ഞിനെ കൊലപ്പെടുത്തി, മാത്രമല്ല ജീവനോട് ആ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ടു എന്നുള്ളതായിരുന്നു ഇന്ന് വന്ന ഏറ്റവും വലിയ വാർത്ത. ഒരുപാട് ദുരൂഹതകൾ ആ കൊലപാതകത്തിൽ പിന്നിലുണ്ട്. എന്താണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ല. പോലീസ് ചില കാര്യങ്ങളൊന്നും ഇപ്പോഴും പറയാൻ മടിക്കുന്നു. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഊഹിക്കാൻ കഴിയുന്നു, പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ഈ കൊലപാതകത്തിൻ്റെ വാർത്തകൾ നിരന്തരമായി 24 ഉൾപ്പെടെ എല്ലാ വാർത്താ ചാനലുകളും സംപ്രേഷണം ചെയ്യുമ്പോൾ എൻ്റെ ചിന്ത മറ്റൊരു രീതിയിലായിരുന്നു. കേരളത്തിന് പുറത്തിരുന്ന് ഈ 24 ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകൾ കാണുന്ന ആളുകൾ കേരളത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കും? നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാര്യം കഴിഞ്ഞ 2 ദിവസങ്ങൾ ചെന്താമരയുടെ പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കൊലപാതകം വന്നു. അപ്പോൾ പാതകങ്ങളും കൊലപാതകങ്ങളും ബലാത്കാരങ്ങളും പീഡനങ്ങളും മാത്രമുള്ളൊരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന ചിന്ത പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യും? നമുക്ക് ആലോചിക്കാം. പ്രൈം ടൈം ആരംഭിക്കുന്നു. അങ്ങേയറ്റം നമ്മളെ അസ്വസ്ഥമാക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഒരു 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിന് അന്ത്യചുംബനം നൽകുന്ന 8 വയസ്സുകാരി സഹോദരിയുടെ ദീനരോധനം. വാവയെന്നവൾ സ്നേഹത്തോടെ വിളിച്ച അനിയത്തിയുടെ ജീവനെടുത്തത് സ്വന്തം അമ്മാവനാണ് എന്നറിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലെ ഭയം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. സ്വന്തം വീട്ടിനുള്ളിൽ സുരക്ഷിതമല്ല പെൺകുട്ടി എന്ന രീതിയിലുള്ള വാർത്തയാണ് നമുക്ക് വന്നത് ബാലരാമപുരത്ത് നിന്ന്. സ്വന്തം അമ്മയും സംശയത്തിന് അതീതയല്ല എന്ന് വരുമ്പോൾ ആ കുട്ടി ഇനി ആരെയാണ് വിശ്വസിക്കുക? നമ്മൾ സുരക്ഷിതമെന്ന് വിശ്വസിച്ച വീടുകൾക്കുള്ളിലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്ന യാഥാർത്ഥ്യം നമ്മളെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നു. കൊലപാതകത്തിൻ്റെ കാരണം ഇനി എന്തു തന്നെയായാലും യാതൊരു ദാക്ഷിണ്യവും അറിയിക്കാത്തവരാണ് ഈ പ്രതി അല്ലെങ്കിൽ പ്രതികൾ. കണ്ണിൽ കണ്ടതൊക്കെയും കൗതുകത്തോടെ നോക്കിയ, വാത്സല്യം കാട്ടിയ മനുഷ്യരെ വിശ്വസിച്ച് കൈപിടിച്ച ഒരു കൊച്ചു കുഞ്ഞിനെയാണ് കിണറ്റിലേക്ക് എറിഞ്ഞ് ഇല്ലാതാക്കിയത്. ജീവനോടെയാണ് ഈ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ര കൂടുതൽ അക്രമം ഈ കുഞ്ഞിനോട് കാണിക്കാൻ എന്തായിരിക്കും ഈ പ്രതി അല്ലെങ്കിൽ പ്രതികളുടെ മനസ്സിലുള്ളത്? പ്രൈം ടൈം വിത്ത് SKNലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രൈം ടൈമിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിന് പുറത്തിരുന്ന് കാണുന്ന ആളുകൾ കേരളത്തെക്കുറിച്ച് എന്ത് ധരിക്കും? അത് തീർച്ചയായിട്ടും ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. ഓരോ ദിവസവും ഓരോ കൊലപാതകത്തിൻ്റെ വാർത്തകൾ, അല്ലെങ്കിൽ പീഡനത്തിൻ്റെ കഥകൾ, അല്ലെങ്കിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലപ്പെടുത്തുന്ന കഥകൾ, മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ചു പോകുന്ന സംഭവങ്ങൾ ഒന്നൊന്നായി കേരളത്തിൽ അരങ്ങേറുന്നു. ഒറ്റപ്പെട്ട സംഭവം നമുക്കിതിനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേരളത്തിൻ്റെ പല ജില്ലകളിലും അക്രമം പെരുകി വരികയാണ്. പോലീസ് പല കാരണങ്ങളാൽ പോലീസിന് ഇതിൽ ഇടപെടാൻ കഴിയുന്നില്ല. കാരണം നെന്മാറയിലെ പോലീസുകാർ ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ 2 പേരിന്നും ജീവിച്ചിരുന്നതിന്. അതൊക്കെ നമുക്ക് വെറും ആലോചിക്കാൻ മാത്രമേ കഴിയൂ. കാരണം അതിനുള്ള സ്റ്റാഫ് ഇല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല പോലീസുകാർക്കും നമ്മുടെ സംസ്ഥാനത്തെ പല ഏജൻസികൾക്കും ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല എന്ന് പറയുമ്പോൾ ക്രമസമാധാന നില എവിടെ പോയി നിൽക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ വേണം. പ്രേക്ഷകർ കൂടി 24-നൊപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ നാടിനെക്കുറിച്ച് വരുന്ന വളരെ മോശമായ ഒരു ചിത്രത്തിൽ കുറച്ചെങ്കിലും നമുക്ക് ശരിയാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ശരിയാക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്നടങ്കം 24-നൊപ്പം നിൽക്കണമെന്നാണ് ഈ അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ കൂടുതൽ ഒരുപക്ഷെ മോർണിംഗ് ഷോയിൽ കുറച്ചുകൂടി പ്രേക്ഷകരുണ്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ മോർണിംഗ് ഷോയിൽ പറയുമ്പോൾ കുറച്ച് ആൾക്കാരിലൂടെ ഇത് എത്തിച്ചേരും. അപ്പോൾ ഞാൻ ഈ വീണ്ടും ബാലരാമപുരത്തേക്ക്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന് സംഭവിച്ചത്. സ്വന്തം അമ്മാവൻ ഹരികുമാർ തന്നെ അവളെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു. അതിക്രൂരമായിട്ട് ദേവേന്ദുവിനെ കൊലപ്പെടുത്താൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? പല ദുരൂഹതകളും ഈ കേസിൽ ബാക്കിയാകുന്നു. ഒറ്റ ദിവസം കൊണ്ട് പോലീസ് കേസിൻ്റെ ചുരുളഴിച്ചു. തീർച്ചയായിട്ടും പോലീസിനെ അഭിനന്ദിക്കണം. വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇതൊരു സ്വാഭാവിക മരണമല്ല എന്ന് പോലീസിന് മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കൊലപാതകം നടത്തിയെങ്കിൽ ആര്, എന്തിന്, എപ്പോൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലീസിന് കഴിഞ്ഞു. പക്ഷേ ഈ ചെറിയ വീട്ടിനുള്ളിൽ ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നു. പിച്ചവെച്ചു തുടങ്ങിയ ദേവേന്ദു എന്ന 2.5 വയസ്സുകാരി
ആ കുരുന്നിനെ കാണാനില്ലെന്ന വാർത്തയോടെയാണ് ഇന്നത്തെ പ്രഭാതം ഉണരുന്നത്. ബാലരാമപുരം പോലീസിന് കുഞ്ഞിനെ കാണാനില്ലെന്ന് പരാതി ലഭിക്കുന്നത് പുലർച്ചെ. വീട്ടിലെത്തി പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ആദ്യ മിനിറ്റുകളിൽ തന്നെ ബന്ധുക്കളുടെ പ്രതികരണത്തിൽ ദുരൂഹത നിറഞ്ഞു. സംശയത്തിന്റെ ആനുകൂല്യം പോലും നൽകാതെ പിതാവിനെയും മാതാവിനെയും അമ്മാവനെയും മുത്തശ്ശിയെയും കസ്റ്റഡിയിലെടുത്തു. ഒറ്റ പകൽ കൊണ്ട് കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞത് പോലീസ് ആദ്യ മിനിറ്റിൽ നടത്തിയ ഈ സമർത്ഥമായ നീക്കം കൊണ്ടാണ്. സംഭവസ്ഥലത്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങളിലെ അവ്യക്തത, ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുത്തപ്പോഴും പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, അവസാനം തെളിവ് നിരത്തി ചോദ്യം ചെയ്യും വരെയും പ്രതിയായ ഹരികുമാർ സത്യം പറയാതെ പിടിച്ചു നിന്നു. 4 പേരെയും 4 ഇടത്തിരുത്തി ചോദ്യം ചെയ്തു. ആ മൊഴികളിലും വൈരുദ്ധ്യം. മൊഴികൾ ക്രോഡീകരിച്ച് പോലീസ് നടത്തിയ 4ാം ഘട്ട ചോദ്യം ചെയ്യൽ വഴിത്തിരിവായി. കുട്ടിയുടെ മാതാവ് ശ്രീധുവും അമ്മാവൻ ഹരികുമാറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ നിർണായകമായി. പോലീസ് ശേഖരിച്ച വാട്സാപ്പ് ചാറ്റുകൾ മുന്നിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയല്ലാതെ ഹരികുമാറിന് മറ്റ് നിവൃത്തിയുണ്ടായില്ല. കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലെറിഞ്ഞെന്നും കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നും ഹരികുമാർ മാറ്റി മാറ്റി പറഞ്ഞു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ നീക്കത്തിന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരെ മാത്രമായിരുന്നു ആയുസ്. ആ കൊച്ചുകുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് തെളിഞ്ഞു. കുഞ്ഞിന്റെ പിതാവ് ശ്രീജിത്തിനും മുത്തശ്ശിക്കും കൊലപാതകത്തിൽ പങ്കില്ല എന്ന നിഗമനത്തിൽ ദേവേന്ദുവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇരുവരെയും വിട്ടയച്ചു. മാതാവ് ശ്രീധുവിന് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. ചില സംശയങ്ങൾ ബാക്കിയാണ്. ശ്രീജിത്തും ശ്രീധുവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇടയ്ക്കിടെ വീട്ടിലെത്തി കുഞ്ഞുങ്ങളെ കണ്ട് മടങ്ങുകയായിരുന്നു ശ്രീജിത്തിന്റെ രീതി. ശ്രീധുവിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനായിരുന്നു ഇന്നലെ ശ്രീജിത്ത് വീട്ടിലെത്തിയത്. അതേ ദിവസം തന്നെ കൊലപാതകത്തിന് തിരഞ്ഞെടുത്തത് ശ്രീജിത്തിനെ പ്രതിയാക്കാനുള്ള ദുഷ്ടബുദ്ധിയാണോ എന്നും സംശയം. ദിവസങ്ങൾക്ക് മുൻപ് ശ്രീധു 30 ലക്ഷം രൂപ കാണാനില്ലെന്ന് കള്ളപ്പരാതി നൽകിയത് എന്തിനെന്നും പോലീസ് അന്വേഷിക്കും. കുറ്റസമ്മതം നടത്തിയ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. 90% തെളിവുകളും ശേഖരിച്ച് ഒറ്റ ദിവസം കൊണ്ട് പ്രതിയെ കുടുക്കിയതാണ് ബാലരാമപുരം പോലീസ്. കൊടും ക്രൂരതയ്ക്ക് പ്രതിയെ അല്ലെങ്കിൽ പ്രതികളെ പ്രേരിപ്പിച്ച കാരണം എന്താണ്? പോലീസിൽ വിശ്വസിച്ച് കാത്തിരിക്കാം. കാരണം ദേവേന്ദുവിന്റെ മുഖം മണ്ണിട്ട് മൂടിയാലും മനസ്സിൽ നിന്നുമായില്ല. ക്യാമറാമാൻ അനന്തു ബി നായർക്കും ജിതിൻ പി ജെക്കുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. ചില പ്രേക്ഷകരൊക്കെ തന്നെ യൂട്യൂബിൽ വളരെ ശക്തമായി പ്രതികരിക്കുന്നു. JK ചോദിക്കുന്നു, കേരളത്തിലെ എല്ലാറ്റിനും വട്ടായോ? ലഹരിയാണോ? അന്ധവിശ്വാസമാണോ? നമുക്കും അതൊന്നും അറിയില്ല. എല്ലാറ്റിനും വട്ടായി എന്ന് പറഞ്ഞാൽ കാടടച്ചമ്മ വെടിവെക്കാൻ കഴിയില്ല. എന്നാൽ പോലും സംഭവം ഗുരുതരമാണ്. രജിന പറയുന്നു, 2025 തുടക്കം മുതൽ തന്നെ നടുക്കുന്ന വാർത്തകളാണല്ലോ വരുന്നത് എന്ന് പറയുന്നു. അതുപോലെ പതൂസ് പറയുന്നു, ഓരോ വാർഡ് മെമ്പറും അവിടുത്തെ ആശാ വർക്കറും അംഗൻവാടി ജോലിക്കാരും വിചാരിച്ചാൽ അതാത് വാർഡിലെ ഓരോ വീട്ടിലെയും പ്രശ്നങ്ങൾ അറിയാൻ കഴിയുമോ? എങ്ങനെയാണ് നമുക്കൊരു വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയുക? ഒരു പഞ്ചായത്ത് മെമ്പറിന് വീടിനുള്ളിലേക്ക് കടക്കാൻ കഴിയുമോ? അവരുമായിട്ടൊക്കെ സംസാരിക്കാമെന്നല്ലാതെ അവർ പറയാത്തടത്തോളം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? വീട്ടിനുള്ളിൽ തന്നെ നമ്മളൊരുപക്ഷെ നമ്മൾ കെട്ടാലറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന പല വീടുകളിലെയും കാര്യങ്ങൾ എങ്ങനെ പുറത്തറിയും? ഇതുപോലെയുള്ള കൊലപാതകങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വരിക. നമുക്ക് ചില വാർത്തകളുടെയൊക്കെ പിന്നാമ്പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് പോലും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. എന്തായാലും വളരെ വളരെ നമുക്കൊരിക്കലും നമ്മുടെ കേരളത്തെക്കുറിച്ച് മോശപ്പെട്ടൊരു ചിത്രം കേരളത്തിന് പുറത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന നീക്കങ്ങൾക്കൊക്കെ 24-നൊപ്പം ഉണ്ടാകുന്ന പല പ്രേക്ഷകരും കമൻ്റ് ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്ക് വേണം. നമുക്ക് ഈ നാടിൻ്റെ അംബാസഡേഴ്സാണ് നമ്മൾ. കേരളം ടൂറിസവും അതേപോലുള്ള സാധ്യതകൾ കൊണ്ട് പച്ചപിടിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയി കഴിയും. ഈ ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മയെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ട് ബ്യൂറോ പറയുന്നുണ്ട്. പോലീസ് വാഹനത്തിലാണ് അമ്മയെ കൊണ്ടുപോയത്. അജീഷ് ജയകുമാർ ചേരുന്നു ബാലരാമപുരത്ത്. അജീഷ്, യഥാർത്ഥത്തിൽ ഈ അമ്മയെ അങ്ങോട്ട് മാറ്റുന്നതിൻ്റെ പിന്നിൽ എന്തായിരിക്കാം പോലീസുകാരുടെ മനസ്സിൽ?
SK എന്തായാലും അമ്മയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ബന്ധുക്കൾ ആരും ഏറ്റെടുക്കാൻ വരാത്തത് കൊണ്ടാണ് പൂജപ്പുരയിലേക്ക് കൊണ്ടുപോയത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ കുഞ്ഞിനെ സംസ്കരിച്ച വീടിന്റെ പരിസരത്ത് നാട്ടുകാരൊക്കെ തന്നെ വളരെ രോഷത്തോടെയാണ് നമ്മളോട് സംസാരിച്ചത്. പക്ഷേ ഇതുവരേക്കും ഈ അമ്മയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുള്ളതായിട്ട് ഒരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് വിട്ടയച്ചതും. നിലവിൽ സർക്കാരിന്റെ സംരക്ഷണയിലാണ് ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതു ഉള്ളത്. എന്തായാലും ഈ കേസിൽ ഇതുവരെ ഒരാൾ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറാണ്. എന്തായാലും നാടിന് നടുക്കിയ മനസാക്ഷിയെ മരവിപ്പിച്ച ഈ കൊലപാതകം നടന്ന് 14 മണിക്കൂർ പിന്നിടുന്നു. അതിൽ ഏറെക്കുറെ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ഉത്തരമായി കഴിഞ്ഞു. അതായത് ആര് കൊന്നു, അമ്മാവൻ ഹരികുമാർ കൊന്നു, എങ്ങനെ കൊന്നു, ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നു, എപ്പോൾ കൊന്നു, രാവിലെ 5:30ക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്ത് കൊലപ്പെടുത്തി, എന്തിനു കൊന്നു എന്നുള്ള ചോദ്യത്തിനും ഏതാണ്ടൊരു ഉത്തരം പോലീസിനായി കഴിഞ്ഞു. അതായത് അമ്മയുമായുള്ള ചില വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ കുഞ്ഞിനോട് വൈരാഗ്യമുണ്ടാകുന്നു, അങ്ങനെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു. അതിൽ പൂർണ്ണമായ ഒരു വ്യക്തത വരുത്താൻ പോലീസ് നാളെ ഒന്നുകൂടി ഹരികുമാറിനെ ചോദ്യം ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ തുടങ്ങിയ അന്വേഷണമായിരുന്നു. രാവിലെ 4 പേരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുഞ്ഞിന്റെ അച്ഛനെ ആദ്യം ചോദ്യം ചെയ്തു. അച്ഛന് പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും പങ്കില്ല എന്ന് പോലീസ് മനസ്സിലാക്കിയതോടെ സംശയമുന കുഞ്ഞിന്റെ അമ്മയിലേക്കും അമ്മാവനിലേക്കും മുത്തശ്ശിയിലേക്കും നീങ്ങുന്നു. അങ്ങനെ മുത്തശ്ശിയും വിശദമായി ചോദ്യം ചെയ്യുന്നു. മുത്തശ്ശിക്കും പങ്കില്ല എന്ന് മനസ്സിലായി. അതിനുശേഷമാണ് കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബാലരാമപുരത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവരെ രണ്ടുപേരെയും വിട്ടയച്ചത്. ഇവർ രണ്ടുപേരെയും പൂർണ്ണമായിട്ട്, അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ സംശയം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നൊരു നിർദ്ദേശത്തോടെയാണ് ഇവരെ രണ്ടുപേരെയും വിട്ടയച്ചത്. പിന്നീട് അവശേഷിച്ചത് കുഞ്ഞിന്റെ അമ്മയും അതേപോലെ തന്നെ അമ്മാവൻ ഹരികുമാറുമായിരുന്നു. രണ്ടുപേരെയും വിശദമായി മാറി മാറി ചോദ്യം ചെയ്തു. ഹരികുമാർ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് താൻ കൊലപ്പെടുത്തി, ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിച്ചു എന്നൊരു ധാർഷ്ട്യത്തോടെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഇയാൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞത്. 2ഉം 3ഉം ഘട്ടങ്ങളിലൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ ഇയാൾ കൂസലില്ലാതെ മറുപടി പറഞ്ഞു. എന്തിന് കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവരുടെ മൊബൈൽ ഫോൺ ചാറ്റുകളടക്കം വിശദമായി പരിശോധിച്ചു. അതിൽ നിന്നാണ് പോലീസിന് ചില സൂചനകളൊക്കെ കിട്ടിയത്. ആ സൂചനകളൊക്കെ ഇപ്പോൾ ഇഴകീറി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നാളെ ഈ പ്രതിയെ നാളെ വൈകിട്ടോടെയായിരിക്കും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക. അതിനു മുമ്പ് തന്നെ ഒരു ഉത്തരം പോലീസ് നൽകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഹരികുമാർ മാത്രമാണ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുള്ളത്. ഇവിടെ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇവിടുന്ന് പോയി കഴിഞ്ഞു. നാളെ രാവിലെ വീണ്ടും ചോദ്യം ചെയ്യൽ പുനരാരംഭിക്കും. SK. തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ മകൻ ക്രൂരമായ റാഗിങ്ങിന് ഇരയായി എന്ന് അമ്മയുടെ പരാതി. മകൻ പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ സഹപാഠികൾ നിറത്തിൻ്റെ പേരിൽ പരിഹസിച്ചുവെന്ന് കുടുംബക്കാർ പരാതി പറയുന്നു. ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തുവെന്നും അമ്മയുടെ പരാതിയിൽ പരാമർശം. അശ്വിൻ പാലാഴി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ കുട്ടിയുടെ മരണം ഉണ്ടായത് അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇങ്ങനെയൊക്കെ ചില റാഗിങ്ങിന് ശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഏത് വഴിക്കാണ് കഴിഞ്ഞത്? SK, ഈ മാസം 15-ാം തീയതിയാണ് ഈ 15 വയസ്സുകാരൻ്റെ മരണം ഉണ്ടാകുന്നത്. അത് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൻ്റെ 23-ാം നിലയിൽ നിന്നും താഴേക്ക് വീണു മരിക്കുകയായിരുന്നു. ഫ്ളാറ്റിൻ്റെ 3-ാം നിലയിലെ കോൺക്രീറ്റ് തകടിയിൽ വീണാണ് മരണമുണ്ടാകുന്നത്. തൽക്ഷണം തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. മരണം നടന്ന ഇത്രയും ദിവസങ്ങൾക്ക് പിന്നാലെയാണ് കുടുംബത്തിന്, അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട മരണത്തിന് പിന്നിലെ ചില ദുരൂഹതകളൊക്കെ തോന്നി തുടങ്ങിയത്. പിന്നീട് സഹപാഠികളുമായി സംസാരിച്ചു. സഹപാഠികൾ സ്വയമേ തന്നെ മാതാപിതാക്കൾക്ക് ചില തെളിവുകൾ, ഈ മകൻ നേരിടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള തെളിവുകൾ കൈമാറുകയും ചെയ്തു. അത് ചില സോഷ്യൽ മീഡിയ ചാറ്റുകളാണ്. ഒപ്പം അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ സഹപാഠികൾ നടത്തിയ സംഭാഷണങ്ങളുടെയൊക്കെ ശകലങ്ങളാണ് വീട്ടുകാർക്ക് കൈമാറിയത്. അതൊക്കെ വെച്ചിട്ടാണ് മകൻ ഇത്രയും ക്രൂരമായ പീഡനം സ്കൂളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളൊരു കണ്ടെത്തൽ അമ്മ നടത്തുന്നത്. അത് പൈശാചികവും ക്രൂരവുമായ ചില സംഭവങ്ങളാണ് അതിൽ നടന്നത് എന്നുള്ളത് അമ്മയുടെ പരാതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിലവിൽ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഈ സ്കൂളിലെ ഒരു ഗ്യാങ്, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മകനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് മകൻ നേരിടേണ്ടി വന്ന ദുരനുഭവം. അതിൽ ഒന്നാണ് ഈ സ്കൂളിലെ വാഷ്റൂമിൽ എത്തിച്ച് ക്ലോസറ്റിൽ മുഖം കുനിച്ചു വെച്ച് അത് ഫ്ലഷ് ചെയ്തു, ആ വെള്ളം കുടിക്കാൻ നിർബന്ധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാനലിലൂടെ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൂടി അമ്മ ആ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും അത്രത്തോളം ക്രൂരമായ പീഡനം സഹപാഠികളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് പറയുന്നു. ഒപ്പം
ചില ചെറിയ തെറ്റുകളുടെ പേരിൽ മനുഷ്യത്വ വിരുദ്ധമായ ചില നടപടികൾ, ശിക്ഷാ നടപടികൾ സ്കൂളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ അമ്മ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ജസ്റ്റിസ് ഫോർ മിഹിർ, അതായത് ഈ മകൻ്റെ ജസ്റ്റിസിന് വേണ്ടി സഹപാഠികൾ തുടങ്ങിയ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു. അതിലും ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ആ ഗ്ലോബൽ സ്കൂളിൻ്റെ ഇടപെടൽ മൂലം ഇത് ഈ അക്കൗണ്ട് സഹിതം കാണാതായി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഗ്ലോബൽ സ്കൂളിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. BK ഗ്രാമീണം പറഞ്ഞ് ഈയിടെയായി ഓരോ പ്രഭാതവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുമായിട്ടാണ് പുറത്തു വരുന്നത്. അത് ശരിയാണ്. പറവ കുറ്റകൃത്യങ്ങളിൽ കുറഞ്ഞ ജില്ല നമ്മുടെ കണ്ണൂരാണെന്നാണ് പറവ പറയുന്നത്. അതുപോലെ നാസർ പറയുന്നു SKN ദൈവത്തിൻ്റെ സ്വന്തം ജയിലിലെ ഭക്ഷണ മെനുവും സുഖസൗകര്യങ്ങളും ഒക്കെ പരസ്യപ്പെടുന്നതിന് പകരം ശിക്ഷയുടെ കാഠിന്യം കൂട്ടണമെന്നാണ് പറയുന്നത്. അവിടെ നല്ല ഭക്ഷണമാണെന്ന് അറിയുമ്പോൾ ആൾക്കാർ ഒരിക്കലും ജയിലിലേക്ക് കയറാൻ താല്പര്യപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. സിനിമയിൽ മാത്രമേ നടക്കൂ. അവിടെ നല്ല പൊറോട്ടയും ചിക്കനും കിട്ടുമെന്ന് കരുതി ആരെയെങ്കിലും അടിക്കുകയോ മർദ്ദിക്കുകയോ കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്ത് ജയിലിൽ കയറി കിടക്കാം എന്നൊന്നും ആരും വിചാരിക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇവർക്ക് അത്യാവശ്യം നല്ല ജോലി ജയിലിൽ വേണം. കാരണം പുറത്ത് പച്ചയായ മനുഷ്യൻ്റെ ശരീരത്തേക്ക് കത്തി കയറ്റിയിട്ട് അകത്ത് കയറി നല്ല ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ ഇവരെയൊന്നും അനുവദിക്കരുത്. അതിനകത്തൊക്കെ നമ്മൾ കുറച്ച് ഇൻഹ്യൂമൻ ആകേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ജനുവരി 30 നിങ്ങൾക്കറിയാം. ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ച ദിനമാണ്. ഒരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കുന്നു, ഞാൻ രാവിലെ പറഞ്ഞതാണ്, ആവർത്തന വിരസത അനുഭവപ്പെടാതിരിക്കാൻ ആ ഒരൊറ്റ വാചകം മാത്രം ഞാൻ പറയുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യം, ഒരു 200 കൊല്ലം കഴിയുമ്പോൾ ഗാന്ധിജിയെ പോലെ ഒരാൾ ഈ മണ്ണിൽ നടന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇങ്ങനൊരു മനുഷ്യൻ, ഒരു ഹാഫ് നേക്കഡ് ഫക്കീർ എന്ന് വെള്ളക്കാരൻ പരിഹസിച്ച് വിളിച്ച ഒരാൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അടരാടാൻ അഹിംസയും അതുപോലെ അക്രമരാഹിത്യവും മാർഗമാക്കി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ഐൻസ്റ്റീൻ്റെ ചിന്ത. അതൊരു 30 തീയതിയാണ്. ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ നാഥുറാം ഗോഡ്സെയും നാരായണ ആപ്തയും ചേർന്ന് ഈ ഗാന്ധിജിയെ ക്ലോസ് റേഞ്ചിൽ വെച്ച് ഈ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തിയത്. 3 തവണ വെടിവെച്ചു. അതോടെ നമ്മുടെ വെളിച്ചം പൊലിഞ്ഞു. നെഹ്റു അങ്ങനെയാണ് പറഞ്ഞത്. അത് അങ്ങനെ ഒരു 30 തീയതിയായിരുന്നു ഇന്ന്. ഇതേപോലെ ജൂലൈ 30 തീയതിയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. ചൂരൽമലയിലെ ട്യൂഷൻ ടീച്ചറായ ഷഹീലയ്ക്ക് നഷ്ടപ്പെട്ടത് താൻ പഠിപ്പിച്ചിരുന്ന 25 കുട്ടികളെയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും ഷഹീല ടീച്ചറിൻ്റെ അനുഭവം. ടീച്ചറുടെ വീടും വാഹനവും എല്ലാം ദുരന്തം തകർത്ത് കളഞ്ഞു. മലമുടിയിൽ നിന്ന് മരണം പെയ്തിറങ്ങിയപ്പോൾ അതിൽ തകർന്നുപോയി ടീച്ചർ. തീർച്ചയായിട്ടും ടീച്ചറുടെ സങ്കടം 24 അന്ന് വാർത്തയാക്കി. അതിന് പിന്നാലെ അമേരിക്കയിൽ നിന്ന് ടീച്ചർക്ക് ഒരു സഹായം എത്തി. ചൂരൽമലയിൽ ഒറ്റ ട്യൂഷൻ സെൻ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീടിനോട് ചേർന്ന് ഷഹീല ടീച്ചറുടെ ട്യൂഷൻ സെൻ്റർ. ഇവിടെയായിരുന്നു ട്യൂഷൻ ക്ലാസ്. ഈ കാണുന്നതായിരുന്നു ഇത് ഒരു ഭാഗമായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൻ്റെ. ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു 40ഓളം പിള്ളേർ വന്നിരുന്നതായിരുന്നു. അതിലിപ്പോൾ 25 പിള്ളേരെ എനിക്ക് മിസ്സായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടച്ച് മിനിക്കിങ്ങനെ വെക്കുന്ന ഒരു വണ്ടിയായിരുന്നു. എപ്പോഴും എന്താ പറയുക, തലേ ദിവസം പോലും എൻ്റെ ഉപ്പ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് ഇതിൽ വെള്ളം വീഴാതിരിക്കുക ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരു തുണി ഇട്ട് അതിൻ്റെ പുറമെ ഒരു കവറിട്ട് ഭയങ്കര സേഫായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക, ഈ വാർത്ത പലരും കണ്ടു. 24 USA ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കരയുടെ ഇടപെടലുണ്ടായി. എല്ലാം തിരികെ നൽകാൻ കഴിയില്ലെങ്കിലും ടീച്ചർക്ക് സഞ്ചരിക്കാൻ തകർന്ന സ്കൂട്ടറിന്റെ സ്ഥാനത്ത് പുതിയൊരു സ്കൂട്ടർ നൽകാൻ തീരുമാനിച്ചു. വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ ഷഹീല ടീച്ചർക്ക് ഇത് ഒരു കൈത്താങ്ങായിട്ട് നൽകാൻ ഞങ്ങൾ ഈ പ്രാവശ്യം താല്പര്യപ്പെടുന്നു. കൽപ്പറ്റയിൽ വെച്ച് 24 വാർത്താ സംഘം ഷഹീല ടീച്ചർക്ക് സ്കൂട്ടർ കൈമാറി. ഓർമ്മകൾ എന്തായാലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ മക്കൾ, ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന്, പിന്നെ എൻ്റെ അയൽവാസികൾ, നാട്ടുകാർ, എൻ്റെ നാട് എല്ലാം നഷ്ടമായി. അതിലൊരു ആശ്വാസമായിട്ടാണ് എനിക്കിപ്പോൾ ഈ വണ്ടി 24 എനിക്ക് തരുന്നത്. വളരെ നന്ദിയുണ്ട്. 24 പ്രതിനിധികളായ സാനു പച്ചാളം, സുർജിത്ത് അയ്യപ്പത്ത്, മനു ദാമോദരൻ, പ്രകാശൻ പള്ളത്ത്, ഷഹീല ടീച്ചറുടെ മാതാവ് സലീമ, മറ്റു ബന്ധുക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 വയനാട്. ഒരുപാട് കണ്ണീര് കുടിച്ച ഈ ടീച്ചറുടെ മുഖത്തൊരു ചിരി വരുത്താൻ നമുക്ക് കഴിഞ്ഞു. അതിന് കഴിഞ്ഞത് അമേരിക്കൻ മലയാളികളുടെ സഹായം കൊണ്ടാണ്. താങ്ക്സ് ടു അമേരിക്കൻ ഗൈസ്.
IND പൗരൻ എന്നൊരു ID എന്നൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വീടിനടുത്ത് ഒരു കുറ്റവാളി ജയിലിൽ നിന്ന് ഇറങ്ങി നാട്ടിൽ വന്നിട്ട് വീണ്ടും ജയിലിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അവിടെ നല്ല ഭക്ഷണമാണെന്ന്. അതൊക്കെ ഒറ്റപ്പെട്ട കേസാണ്. സാധാരണ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പൂജപ്പുര ഉൾപ്പെടെ പല സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിലും ഞാൻ കടന്നു ചെന്നിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ ചില ഫംഗ്ഷനും ഒക്കെ ആയിട്ട് ചെന്നിട്ടുണ്ട്, ചില ഷൂട്ടിങ്ങിന്. അങ്ങനെയൊക്കെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരാളും ജയില് പോലൊരു സംവിധാനത്തിന് ഉള്ളിൽപ്പെടാൻ ആഗ്രഹിക്കില്ല മനോരോഗമില്ലെങ്കിൽ. ഇനി ഞാൻ വേറൊരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദന ദാസ് നമ്മുടെ വേദനയാണ്. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൻ്റെ ആകെ പ്രതീക്ഷകളും സന്തോഷങ്ങളുമാണ് ഒരു നരാധമൻ്റെ കൊലക്കത്തിയിൽ പൊലിഞ്ഞു പോയത്. നമുക്ക് ഓർമ്മയുണ്ട്, പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച കുടവട്ടൂർ ചെറുകരക്കോണം സ്വദേശി G. സന്ദീപാണ് പ്രകോപനമൊന്നുമില്ലാതെ വന്ദനയുടെ ജീവനെടുക്കാൻ കാരണമായത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെക്കുറിച്ച് അന്ന് വലിയ ചർച്ചകളുണ്ടായി. നിങ്ങൾക്കറിയുന്ന പോലെ കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുമ്പോൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ആരും അവിടെ എത്തിയില്ലെന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ ആ വിവരം അറിഞ്ഞതില്ല. വളരെ വൈകിട്ടാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ അവിടെ ചെന്നത് എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എനിക്കൊക്കെ വളരെ അസ്വാസ്ഥ്യമുണ്ടായി. എൻ്റെ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ആശുപത്രികളിലെ സൗകര്യങ്ങളെക്കുറിച്ചും പോലീസ് അനാസ്ഥയെക്കുറിച്ചും അതുപോലെ ഈ ഡോക്ടേഴ്സും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും നേരിടുന്ന കാര്യങ്ങളൊക്കെ അന്ന് വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ വലിയ പ്രതിഷേധമായ കാര്യങ്ങളാണെന്ന് കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ സംഭവിച്ചത്. അന്ന് സർക്കാർ ആരോഗ്യവകുപ്പൊക്കെ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതായത് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തും എന്ന് മാത്രമല്ല, അവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് കൊണ്ടുവരും. എന്താ കഥ? എല്ലാ ഉറപ്പുകളും സെക്രട്ടേറിയറ്റിലെ ഫയലിൽ പൊടി പിടിച്ചിരിക്കില്ലേ, അതേപോലെയായി ഈ ഉറപ്പും. കുറിപ്പിൻ്റെ ഉറപ്പും സർക്കാരിൻ്റെ ഉറപ്പും ഏതാണ്ട് ഒരുപോലെയായതുപോലെയായി. ഇതുവരെ ഒരാളെ പോലും നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. സേനയിലെ ആൾക്ഷാമം കൊണ്ടാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഈ പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി അരുൺ രാജ് കൊല്ലത്തുനിന്ന് ചേരുന്നു. അരുൺ, താങ്കളായിരുന്നു ആദ്യമായിട്ട് ഈ ഡോക്ടർ വന്ദനയുടെ മരണം പുറം ലോകത്തെ അറിയിച്ചത്, റിപ്പോർട്ട് ചെയ്തും താങ്കളായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം താങ്കളുടെ ഉള്ളിൽ അന്നത്തെ സംഭവങ്ങളൊക്കെ ഒരു സെല്ലുലോയിഡ് പോലെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഇതുവരെയും ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഇനിയും ഡോക്ടർ വന്ദനമാരുണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN 2023 മെയ് 10 നമ്മളെല്ലാം നടുക്കിയ, നമ്മുടെ വേദനയായി മാറിയ വന്ദനയുടെ കൊലപാതകം ഉണ്ടാകുന്നത്. ഈ കൊലപാതകത്തിന് പിന്നാലെ ആ ദൃശ്യങ്ങളും അന്ന് നടന്ന സംഭവങ്ങളും ഒരു ഓർമ്മയിൽ എന്ന പോലെ, ഒരു ചിത്രങ്ങൾ എന്ന പോലെ ഇപ്പോഴും മനസ്സിലുണ്ട്. ആ അമ്മയുടെയും അച്ഛന്റെയും കണ്ണുനീരടക്കം ഇപ്പോഴും ആയുന്നില്ല. അന്നാണ് സർക്കാർ ഈ സമൂഹത്തിന് മുമ്പിലേക്ക് ഒരു ഉറപ്പ് നൽകിയത്. ഇനി ഒരു സർക്കാർ ആശുപത്രിയിലും ഒരു ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെയും കണ്ണുനീര് വീഴില്ല, അവർക്ക് കൊലക്കത്തിക്കിരയാകേണ്ടി വരില്ല, എല്ലാ സംരക്ഷണവും സർക്കാർ നൽകുമെന്നുള്ളതായിരുന്നു. ഇതിന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കും, CCTVയുടെ പ്രവർത്തനമടക്കം പരിപൂർണമായും സജ്ജമാക്കുമെന്നാണ്. പക്ഷേ വന്ദന മരിച്ച് 1.5 വർഷം പിന്നിടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഈ പുതിയതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും ഈ എയ്ഡ് പോസ്റ്റിലേക്ക് നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത്, ഇന്ന് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് സേനയിൽ വലിയ ആൾക്ഷാമമുണ്ട്, അതുകൊണ്ട് തന്നെ പുതുതായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കാൻ പോലും കഴിയാത്തത് സേനയിലെ ആൾക്ഷാമം കൊണ്ടാണ് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിലെയും പോലീസിലെയും ഉന്നതർ നമ്മളോട് ഇന്ന് നൽകിയ വിശദീകരണം. ഇത് അന്വേഷിക്കാനായി ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രിക്ക് സമീപത്തിയപ്പോൾ ലഭിച്ച മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം, ജില്ലാ ആശുപത്രിക്ക് മുമ്പായി ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ട്, പക്ഷേ സമീപത്ത് വിക്ടോറിയ ആശുപത്രിയിൽ ഒരു എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ പോലും അധികാരികൾക്ക് കഴിയുന്നില്ല. ഇതിൽ ആൾക്ഷാമം തന്നെയാണ് പറയുന്നത്. CCTV സ്ഥാപിക്കാത്തതിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് സാമ്പത്തിക ബാധ്യതയാണെന്നാണ്. എന്തായാലും സർക്കാരിന്റെ ഉറപ്പ് ഇപ്പോഴും ഒരു ജലത്തിൽ വരച്ച രേഖയായി തന്നെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. SKN അടിയന്തരമായി സമീർ ബിൻ കരീം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. തിരൂരിൽ നിന്ന് മലപ്പുറം നിലമ്പൂരിൽ ഇടിവണ്ണയിൽ പുലി ഇറങ്ങിയതായി സംശയം. നാട്ടുകാരാണ് ഇക്കാര്യം ഈ സംശയം ഉന്നയിക്കുന്നത്. ഇടിവണ്ണ ഈക്കാട് വലിയ കുളത്തിൽ ആൻഡ്രൂസ് മാത്യുവിൻ്റെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. ഒച്ചവെച്ചതോടെ പുലി ഓടിപ്പോയി. പ്രദേശത്തെ വനംവകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി D-സോൺ കലോത്സവത്തിനിടെ SFI നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആംബുലൻസ് സജ്ജീകരിച്ചത് പോലീസ്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനടക്കം രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്ന ദൃശ്യങ്ങൾ 24 എക്സ്ക്ലൂസീവ്. CI ആവശ്യപ്പെട്ട പ്രകാരം താൻ ആംബുലൻസ് സജ്ജീകരിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് AA അഷറഫ് 24നോട് പറഞ്ഞു. ഈ ആംബുലൻസ് അപ്പോൾ വിളിക്കുന്നത് നാളെ CI ആണ്.
എന്നെയാണ് സർവീസിൽ വിളിക്കുന്നത്. വളരെ അടിയന്തരമായിട്ടൊരു ആംബുലൻസ് ആവശ്യമുണ്ട്. ഇവിടെ ആളുകൾ തല പൊട്ടി ചോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റനേകം പേര് വേറെയുണ്ട്. ഏത് പാർട്ടിയാണെന്ന് SFI ആണോ അത് KSU ആണെന്ന് അറിയില്ല. ഒരു വണ്ടി എമർജൻസി ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഡ്രൈവറെ കിട്ടാതിരുന്നുകൊണ്ട് ആ വണ്ടി എടുത്ത് വേറെ ഒരു പയ്യനെ കൊണ്ട് ഇടിപ്പിക്കുക ചെയ്ത്, ആക്സ് ഓടിക്കുന്ന വേറെ ഒരു പയ്യനെ കൊണ്ട് വണ്ടി ഇടിപ്പിക്കുക ചെയ്ത്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിശദാംശങ്ങളുമായി പ്രൈം ടൈമിൽ ചേരുന്നു. സൂരജ് സജി, വിവരങ്ങൾ. SKN ഈ ഡി-സോൺ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU നേതാക്കളുടെ ആംബുലൻസ് യാത്ര ഏറെ വിവാദമായിരുന്നു. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൃശ്യം പുറത്തു വന്നത് SFI പ്രവർത്തകർ ഈ ആംബുലൻസ് ആക്രമിച്ചതായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ SFI പ്രവർത്തകർ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത് KSU പ്രവർത്തകർ, അതായത് പരിക്കേറ്റ KSU പ്രവർത്തകരല്ല ഈ ആംബുലൻസിൽ യാത്ര ചെയ്തതെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ചിത്രങ്ങൾ അവർ പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായ ദൃശ്യങ്ങൾ 24 ലഭിച്ചിരിക്കുന്നത്. അതായത് മാളയ്ക്ക് സമീപമുള്ള ഒരു ബാറിന് സമീപത്തുള്ള ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ഗോകുൽ ഗുരുവായൂർ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ആംബുലൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പോലീസ് ജീപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് KSU പ്രവർത്തകരെ മറ്റൊരു പോലീസ് ജീപ്പിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം അവരെല്ലാവരും കൂടി ഈ ആംബുലൻസിൽ യാത്ര ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. SKN ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അന്ന് ഈ കേരളവർമ്മയിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ ഈ വടികൊണ്ട് തലക്കടിക്കുന്ന അടക്കമുള്ള ക്രൂരമായ മർദ്ദനം ഈ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ KSU നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ഗോകുലിനെ രക്ഷപ്പെടുത്തി വിടുന്നതിന് പോലീസ് ഒത്താശ ചെയ്തു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അത്രമാത്രം ക്രൂരമർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രതിയെ പോലീസിന് അപ്പോൾ വേണമെങ്കിൽ കസ്റ്റഡിയിലെടുക്കാം. പോലീസിന്റെ കൺമുന്നിലായിരുന്നു അന്ന് ഈ സംഘർഷം അരങ്ങേറിയത്. പക്ഷേ ആ സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളെ കസ്റ്റഡിയിലെടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു ആംബുലൻസ് മാള CI തന്നെ വിളിച്ചു വരുത്തുന്നു. അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അഷ്റഫ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മാള CI ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ആംബുലൻസ് സജ്ജീകരിച്ചത്. അങ്ങനെ CI തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി 10ഓളം വരുന്ന KSU പ്രവർത്തകർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രാദേശിക CPM നേതാക്കൾക്കടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ഇത് പുറത്തു വിട്ടിട്ടില്ല. അതിന് കാരണം ഇതിൽ പോലീസ് സ്വാഭാവികമായി പ്രതിക്കൂട്ടിലാകും. അതുകൊണ്ട് തന്നെ ഈ CPM നേതാക്കൾ ഈ ദൃശ്യം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പക്ഷെ നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കം ഈ പ്രതികളെ സന്ദർശിച്ച ശേഷം രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. ഈ സംഘർഷം നടക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള നിസ്സംഗതയുണ്ടായി. അതാണ് ഈ പ്രശ്നങ്ങൾ ഇത്ര മാത്രം രൂക്ഷമാകുന്ന നിലയിലേക്ക് എത്തിയതെന്നുള്ളത് തന്നെയാണ് അത് സ്ഥിരീകരിക്കുന്നത്. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി. അതായത് ഈ സംഘർഷത്തിൽ ഇടപെടുന്നതിൽ അവർക്ക് വീഴ്ചയുണ്ടായി. അതിനുശേഷം ഈ സംഘർഷത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ കസ്റ്റഡിയിൽ അതിക്രമം കാണിച്ച നേതാക്കന്മാരെ ശ്രീകൃഷ്ണവർമ്മ കോളേജ് തൃശ്ശൂരിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത വരുന്നുണ്ട്. ഈ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ റിമാൻഡിലാണല്ലോ. അതിന്റെ വാർത്തകളുടെ വിശദാംശങ്ങൾ എന്താണ്? SKN തീർച്ചയായും ഈ കേസിൽ ഉൾപ്പെട്ട 2 പേരെയാണ് ഇപ്പോൾ ഈ കേരളവർമ്മ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോളേജ് സ്റ്റാഫ് കൗൺസിൽ ചേർന്നാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ആറാം പ്രതിയായിട്ടുള്ള അക്ഷയ്, അതുപോലെ തന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് 1ാം പ്രതിയായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ എന്നിവരാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കോളേജിലെ BA സംസ്കൃതം 1ാം വർഷ വിദ്യാർത്ഥിയാണ് ഗോകുൽ ഗുരുവായൂർ. അതോടൊപ്പം തന്നെ ഈ അക്ഷയ് എന്ന് പറയുന്ന അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് KSUവിന്റെ. SKN. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. നിലമ്പൂരിലെ ഇടിവണ്ണയിൽ പുലി ഇറങ്ങിയതായി സംശയം. ബഹളം വെച്ചോടെ പുലി ഓടിപ്പോയി. പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:15 ഞാൻ മൊബൈലിൽ വാർത്ത കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ജനലിൻ്റെ അവിടെ നിന്ന് ഒച്ച കിട്ടി ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ പുലി തന്നെയാണ്. ഈ കമ്പിയിൽ പുലിയുടെ കൈ താഴോട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ അവിടെ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. കൈ ഞാൻ ഇങ്ങനെ കഴിച്ചത് ചാടിയത് ഒച്ചയുടെ ആച്ച വന്നപ്പോഴത്തേക്ക് അത് ചാടി ഇറങ്ങി പോയത് ഞാൻ നല്ലപോലെ കണ്ടതാണ്. അത് കുറച്ചേരം ഒരു 3/4 മിനിറ്റ്, 1 മിനിറ്റ് വെച്ചാൽ 3/4 മിനിറ്റ് നേരിട്ട് കണ്ടത്. നല്ല അത്യാവശ്യം വലിയപ്പോൾ ഉള്ള ഒരു പുലി തന്നെയാണ്. കറക്റ്റ് നേരിട്ട് കണ്ടതാണ്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, വിശദാംശങ്ങൾ എന്താണ്? ഈ പുലിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? വനംവകുപ്പ് ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണോ?
SKN വനം വകുപ്പ് സംഭവസ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 7:15 നിലമ്പൂർ ഇടിവണ്ണ ആൻഡ്രൂസ് എന്ന് പറയുന്ന ആളുടെ വീട്ടുമുറ്റത്ത് പുലി എത്തിയതായി പറയുന്നത്. ആൻഡ്രൂസിന്റെ മകൻ ഈ ജോഷി കിടപ്പ് രോഗിയാണ്. അങ്ങനെ ഇദ്ദേഹം ഈ ജനൽ തുറന്നിട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ജനൽ കമ്പിയിൽ ഒരു ജീവിയെ കാണുകയും ബഹളം കേൾക്കുകയും ചെയ്തത്. അങ്ങനെ ജോഷി നോക്കുന്ന സമയത്താണ് പുലിയെ കണ്ടത് എന്നുള്ളതാണ് ജോഷി പറയുന്നത്. അപ്രതീക്ഷിതമായി പുലിയെ കണ്ടതോടുകൂടി ജോഷി ബഹളം വെക്കുകയും ചെയ്തു. ഇതോടുകൂടി പുലി ഓടി മറഞ്ഞു എന്നുള്ളതാണ് ഈ ജോഷി വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഈ നാട്ടുകാരും വനം വകുപ്പും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുലിയാണ് എന്നുള്ള കാര്യത്തിൽ വനം വകുപ്പ് ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഈ ഇടിവണ്ണ എന്ന് പറയുന്നത് ഒരു വനമേഖലയോട് ചേർന്നുള്ള ഒരിടമാണ്. ഈ ഇടിവണ്ണക്ക് സമീപമാണ് കുറുവൻപുഴ ഉള്ളത്. ഈ കുറുവൻപുഴയ്ക്ക് മറുകരയിൽ എടക്കോട് ഉൾപ്പെടെയുള്ള വനമേഖലയാണ്. ഇവിടെ ധാരാളം വന്യമൃഗങ്ങളൊക്കെ തന്നെ ഉള്ള ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സമീർ, ഈ പുലി ഇറങ്ങിയ നിലമ്പൂരിലെ സ്ഥലം ഇടിവണ്ണയാണോ ഇടവണ്ണയാണോ? പ്രേക്ഷകർ പറയുന്നു അത് ഇടവണ്ണയാണെന്ന്. എവിടെയാണ് ശരിക്കും പുലി ഇറങ്ങിയത്? SKN നിലമ്പൂരിനടുത്ത് എടവണ്ണയും ഇടിവണ്ണയും ഉണ്ട്. ഈ ഇടിവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ പുലി ഇറങ്ങിയിരിക്കുന്നത്. എടവണ്ണ ഒരു വനമേഖലയല്ല, അതുകൊണ്ട് തന്നെ എടവണ്ണയുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കക്കും ഇടയില്ല. നിലവിൽ ഇടിവണ്ണയിലാണ് പുലി ഇറങ്ങിയിരിക്കുന്നത്. ഈ മേഖലയാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പോൾ സമീർ ബിൻ കരീമാണ് ചേർന്നിരിക്കുന്നത്. എന്തായാലും നാട്ടുകാർ ഈ ഇടിവണ്ണ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർ ചെറിയൊരു ജാഗ്രത പാലിക്കണം. ഭയക്കേണ്ട കാര്യമില്ല, ഒരു ജാഗ്രത വേണമെന്ന് മാത്രം. ഇനി ഒരു തട്ടിപ്പിൻ്റെ കഥ. ഇടുക്കിയിൽ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ 2.25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയാൽ പിടിയിലായി. എറണാകുളം ആലുവ സ്വദേശി TM ബിനോയിയാണ് പിടിയിലായിരിക്കുന്നത്. നല്ല സന്തോഷമുള്ള ഒരു കാര്യം. ഇങ്ങനെയുള്ള ഫ്രോഡ് കേസുകളെയൊക്കെ പൊക്കി അകത്തിടാൻ പറ്റിയാൽ തന്നെ ഈ നാട്ടിൽ കുറേ കാര്യങ്ങൾ നേരെയാവും. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. രാഹുൽ, വിവരങ്ങൾ. വലിയ ലാഭമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞാണ് ചക്കുവള്ളം സ്വദേശിയെ ഈ ഓൺലൈൻ ട്രേഡിംഗിൽ ഈ ആളുകൾ പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2.25 കോടി രൂപ ഈ പ്രവാസിയിൽ നിന്ന് ഈ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തു. ഒരു പ്രത്യേക അക്കൗണ്ടുകളിലേക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന്റെ അക്കൗണ്ട് നമ്പർ ഇട്ട് അതുവഴി പല തവണയായിട്ടാണ് ഈ 2.25 കോടി രൂപ കൊടുത്തത്. ഈ പണം ചെന്ന അക്കൗണ്ടിൽ നിന്നും ഇപ്പോൾ പിടിയിലായിട്ടുള്ള ബിനോയുടെ അക്കൗണ്ടിലേക്ക് 9 ലക്ഷം രൂപ തട്ടിപ്പ് സംഘം കൈമാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബിനോയിയെ കണ്ടെത്തുന്നത്. ഈ തട്ടിപ്പിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് ഈ പ്രതിയെ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളം സ്വദേശിയാണ്, ആലുവ സ്വദേശിയാണ് ഈ ബിനോയ് എന്ന് പറയുന്ന തട്ടിപ്പുകാരന്റെ പ്രധാനി. കൂടുതൽ ആളുകളിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പുലി ഇറങ്ങി നിലമ്പൂരിൽ നിന്നുള്ള വാർത്ത കേട്ടപ്പോൾ നിലമ്പൂരിലെ ഇടിവണ്ണയിലാണ് അനിൽകുമാർ TV പറയുന്നു, തന്നേക്കാൾ കൊടും ക്രൂരന്മാർ നാട്ടിലുള്ള വിവരം അറിഞ്ഞ പുലിക്ക് തോന്നിക്കാണും, ഒന്ന് ഇറങ്ങി യവന്മാരെയൊക്കെ ഒന്ന് കണ്ടേക്കാം, അതുകൊണ്ട് വന്നതാവും. P ചന്ദ്രൻ പറയുന്നു ഇടവണ്ണയല്ല, നിലമ്പൂരിലെ ഇടിവണ്ണയിലാണ് പുലി ഇറങ്ങിയത്. അത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ റിപ്പോർട്ടർ പറയുകയും ചെയ്തു. കെവിൻ എബ്രഹാം പറയുന്നു അളമുട്ടിയാൽ ചേരയും കടിക്കും, എല്ലായിടത്തു നിന്നും നല്ല തല്ലു വാങ്ങുന്ന KSUക്കാരാണ് അവരും രക്ഷാപ്രവർത്തനം പഠിച്ചു കഴിഞ്ഞു എന്നാണ് മാളയിലെ കാര്യം നമ്മളെ ബോധ്യപ്പെടുന്നതെന്നാണ് കെവിൻ എബ്രഹാം പറയുന്നത്. എനിക്കത് അറിയില്ല കേട്ടോ, ഞാൻ അതിനകത്ത് പക്ഷം പിടിക്കുന്നില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് നാദാപുരത്ത് വിവാഹ പാർട്ടിക്കിടെ റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ച 4 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 1 കൊല്ലത്തേക്കാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ നടപടി. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം, പറയൂ. SKN 1.5 ആഴ്ച മുൻപ് ഒരു ഞായറാഴ്ച നാദാപുരം വളയത്ത് നടന്ന സംഭവമാണിത്. വിവാഹം കഴിഞ്ഞ ശേഷം വരൻ്റെ ഒപ്പം തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ യുവാക്കൾ. അതിനിടയിലാണ് ഇങ്ങനെ അപകടകരമായ രീതിയിലുള്ള അഭ്യാസ പ്രകടനം ഇവർ നടു റോട്ടിൽ വെച്ച് നടത്തുന്നത്. അതിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ആഡംബര കാറുകളുടെ ഡോറുകളിലിരുന്നും ഒപ്പം പൂത്തിരി കത്തിച്ചും കൂടാതെ നടു റോട്ടിൽ പടക്കം പൊട്ടിച്ചും ആണ് ഇവർ സഞ്ചരിക്കുന്നത്. ഒപ്പം പുറകെ വരുന്ന വാഹനങ്ങൾക്ക് ഇവർ മാർഗതടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. ഇവർ റീൽസ് എന്ന നിലയിൽ ചിത്രീകരിച്ചതാണിവ. പിന്നീട് അവ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നു, സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തതാണ്. ഇതിപ്പോൾ മോട്ടോർ വാഹന വകുപ്പും കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. 4 പേരുടെ ലൈസൻസ് ആണ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈയങ്കോട് സ്വദേശി മുഹമ്മദ് സഹീം, തയ്യുള്ളതിൽ മുഹമ്മദ്, കല്ലാച്ചി സ്വദേശി അനസ്, തൈവച്ചപറമ്പത്ത് സഫ്വാൻ എന്നിങ്ങനെ 4 പേരുടെ ലൈസൻസ് 1 വർഷത്തേക്ക് വടകര RTO സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
കൂടാതെ ഇവരോട് 10,000 രൂപ വെച്ച് വീതം പിഴയടക്കാനും MVD ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരം നൽകിയത്. 10,000 രൂപ പിഴയും അതുപോലെ 1 കൊല്ലത്തേക്ക് ലൈസൻസും സസ്പെൻഡ് ചെയ്തു. നന്നായി കേട്ടോ, അതൊക്കെ നല്ല മോഡൽ ശിക്ഷ തന്നെയാണ്. ബഷീർ പുളിമുട്ടിൽ പറഞ്ഞു, വ്യവസായങ്ങൾക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം നൽകാനുള്ള തീരുമാനമെടുത്തത് ചെന്നിത്തല മന്ത്രിയായിരിക്കുമ്പോഴാണ്. അവർക്കെന്തും ചെയ്യാം, മാധ്യമങ്ങളുടെ പല്ലാളനും ഉണ്ടാവും, എന്നാൽ ഉളുപ്പെന്നൊന്നും വേണ്ട എന്നാണ് ചോദിക്കുന്നത്. ഇക്കാര്യം എനിക്ക് ചെന്നിത്തലയോട് തന്നെ ചോദിച്ചിട്ട് മാത്രമേ ഉറപ്പിച്ച് പറയാൻ കഴിയൂ. ടോബി ജോൺസൺ ഇപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കോടതി വളപ്പിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് ഉദ്യോഗസ്ഥനെ ഓടിച്ചിട്ട് പിടിച്ചു. കോട്ടയം ട്രാഫിക് പോലീസിലെ ഉദ്യോഗസ്ഥൻ ശശികുമാറാണ് പ്രതിയെ ഓടിച്ചിട്ട് പിടിച്ചത്. അസം സ്വദേശിയായ ദിൽദാർ ഹുസൈനാണ് കോടതി വളപ്പിൽ നിന്ന് സൂത്രത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ട്രെയിനുകളിൽ മൊബൈൽ മോഷണം നടത്തിയ ഇയാൾ ഇന്നലെയാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ സമയം ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശശികുമാർ പ്രതിയെ കൈയോടെ പിടികൂടി. നന്നായി. പാലക്കാട് പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് ആലത്തൂർ സബ് ജയിൽ അധികൃതർ കോടതിയെ സമീപിക്കുകയായിരുന്നു. തിങ്കളാഴ്ച അന്വേഷണ സംഘം പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ കൊടുക്കും. വിയ്യൂരിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. വിയ്യൂരിൽ നിന്ന് സൂരജ് പറയൂ. എസ്കേൻ 8:45 ഈ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ചെന്താമരയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചത്. ഇന്നലെ ഈ പ്രതി റിമാൻഡിലായതിനു ശേഷം ആലത്തൂർ സബ് ജയിലിലായിരുന്നു പ്രതിയെ പാർപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ജയിലിൽ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സബ് ജയിൽ അധികൃതർ ഇന്ന് കോടതിയെ സമീപിക്കുകയും പിന്നീട് വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഈ പ്രതിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള അനുകൂല ഉത്തരവ് കോടതിയിൽ നിന്ന് നേടിയെടുക്കുകയായിരുന്നു. വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ ഔദ്യോഗികമായി ഈ അറിയിപ്പ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ അധികൃതർക്ക് ലഭിച്ചു. 7:45 കൂടിയാണ് പ്രതിയെ ആലത്തൂരിൽ നിന്ന് വലിയ പോലീസിന്റെ സന്നാഹത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇപ്പോൾ പ്രതിയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ എത്തിച്ചു കഴിഞ്ഞു. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 8:45 കൂടിയാണ് പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. അതീവ സുരക്ഷാ ജയിലിൽ ഈ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെന്താമരയെ കുറച്ചുകൂടി സുരക്ഷിതമായ നിലയിൽ പാർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ അടക്കം വിലയിരുത്തൽ. എസ്കേ ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് രാവിലെ വന്നൊരു വാർത്തയായിരുന്നു, അമേരിക്കയിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് ആളുകൾ മരിച്ച സംഭവം. ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഫിഗർ സ്കേറ്റിംഗിൽ ലോക ചാമ്പ്യന്മാർ അടക്കമുള്ള കായിക താരങ്ങളും ഉണ്ടെന്നുള്ള വാർത്ത അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നു. 30 പേരുടെ മൃതദേഹം ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു. ആരും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ ഇക്കാര്യത്തിൽ അറിയിക്കാൻ വേണ്ടി അഭിസംബോധന ചെയ്യുമെന്ന് അറിയുന്നു. മധു കൊട്ടാരക്കര തത്സമയം അമേരിക്കയിൽ നിന്ന്. മധു, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. നമുക്ക് 64ഓളം യാത്രക്കാരും 4 ജീവനക്കാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഹെലികോപ്റ്റർ എത്ര പേരുണ്ടായിരുന്നു എന്ന് വിവരം ലഭിച്ചിട്ടില്ല. എത്ര ആളുകൾ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്? എത്ര പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു? മുഴുവൻ ആൾക്കാരും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്നുള്ള വാർത്തകളാണ് വാഷിംഗ്ടണിൽ നിന്ന് വരുന്നത്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. 60 പേരായിരുന്നു അമേരിക്കൻ എയർലൈൻസിന്റെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ 4 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന 3 സൈനികർ, അങ്ങനെ മൊത്തം 67 പേര്. ഇതില് ഒരാൾ പോലും രക്ഷപ്പെടുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ രക്ഷപ്പെടുത്തുക എന്നുള്ളതിൽ നിന്ന് മാറി ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. ഈ എയർപോർട്ട്, റെയ്ഗൻ എയർപോർട്ട് വളരെ തിരക്കേറിയ ഒരു എയർപോർട്ടാണ്. അവിടെ പൂർണ്ണമായിട്ടും അത് അടച്ചിട്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അത് വീണ്ടും തുറക്കുമെന്ന് പറയുന്നുണ്ട്. ഈ അമേരിക്കൻ എയർലൈൻസിലെ സ്കേറ്റിംഗ് സ്പോർട്സ് താരങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ എല്ലാം ജീവൻ നഷ്ടപ്പെട്ടു. അമേരിക്കൻ എയർലൈൻസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. പരിശീലനം ലഭിച്ച 2 പൈലറ്റുമാരാണ്. തന്നെയുമല്ല, ഈ മേഖലയിൽ സൈനിക ഹെലികോപ്റ്ററുകൾ ധാരാളമായിട്ട് ഉള്ളതാണ്. ഇത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിട്ട് സൈനിക കേന്ദ്രങ്ങളും പറയുന്നില്ല. പരിശീലന പറക്കൽ ഇവിടെ ഒരു തുടർച്ചയായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും വലിയ, അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ സംഭവിച്ചിരിക്കുന്ന ഈ വിമാന ദുരന്തം. എസ്കേ ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഈ അപകടത്തിൽ അമേരിക്കൻ എയർലൈൻസിൻ്റെ വിമാനത്തിലുണ്ടായ ദുരന്തത്തിൽപ്പെട്ട വിമാനത്തിലുള്ള ആരും രക്ഷപ്പെട്ട് കാണാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അമേരിക്കയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോക്ടർ വന്ദന എന്നും വേദനയാണ് എന്ന് അമേരിക്കയിൽ നിന്നും രാജീജി നായർ ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പോലീസ് ഹെഡ് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് രാജീവ് നായർ പറയുന്നത്. എത്രയോ കഴിവുള്ള കുട്ടികൾ പോലീസ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു, അവരെയൊക്കെ നിയമിച്ചുകൂടി എന്നാണ് പറയുന്നത്.
സെലക്ട് ചെയ്ത് ഷോർട്ടേജ് നികത്താൻ സർക്കാരിന് നടപടിയെടുക്കാം. ഓരോ ജീവനല്ലേ പൊലിയുന്നത്, തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, തക്കതായ ശിക്ഷ കൊടുക്കാൻ പറ്റേണ്ട SK എന്നാണ് ചോദിക്കുന്നത്. ചോദ്യങ്ങളെല്ലാം എന്നോടാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ചോദ്യങ്ങളെല്ലാം ഞാൻ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്യുകയാണ്. ഒരുപാട് പേര് ലിസ്റ്റിലുണ്ട്, അവരെയൊക്കെ നിയമിക്കണം. മാത്രമല്ല ഈ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെങ്കിലും പോലീസ് എയ്ഡ് പോസ്റ്റ് തീർച്ചയായിട്ടും വേണം. കാര്യം നരാധമന്മാരുടെ എണ്ണം അത്യാവശ്യം കേരളത്തിൽ കൂടുന്നു. അവരുടെ മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു കാലത്ത് ആളുകൾ വേണം. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി. വാളിയൂർ മീഞ്ച സ്വദേശി തീർത്ഥയുടെ വീട്ടിലാണ് കേരള ഗ്രാമീൺ ബാങ്ക് നോട്ടീസ് പതിച്ചത്. ബാങ്ക് ലേല നടപടി ആരംഭിച്ച വാർത്ത 24 പുറത്തുവിട്ടു. അതോടെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്തു. 24 ഇമ്പാക്ട്. 2014 തീർത്ഥയുടെ ചികിത്സയ്ക്കായി മിയാപ്പതിലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് കുടുംബം 2.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. 2019 വരെ വായ്പ തിരിച്ചടച്ചെങ്കിലും കോവിഡ് കാലഘട്ടത്തിൽ അടവ് മുടങ്ങി. ചികിത്സയ്ക്കും പണമില്ലാതായി. പലിശയും കൂട്ടുപലിശയും ചേർത്ത് 5 ലക്ഷം രൂപ ബാങ്ക് തിരിച്ചടയ്ക്കാനാവശ്യപ്പെട്ടു. എൻഡോസൾഫാൻ ദുരിതബാധിതയായ തീർത്ഥയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. ഇതിനിടയിലാണ് ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ചത്. ഈ വീട് ശരിക്കും തേച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞിടയ്ക്ക് തേച്ച് പൊത്തുകളിൽ പാമ്പ് കയറിയിരിക്കും, പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ. അങ്ങനെ പേടിച്ചിട്ട് പെട്ടെന്ന് തേച്ചത്. അപ്പോൾ അതിൻ്റേതായ പൈസ അന്നേരം പോയില്ലേ. അതുവരെ നമ്മൾ തേക്കാത്ത മണ്ണ് തറ അടിച്ചുറപ്പിച്ച് ചാണകം തേച്ചിട്ട് അതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. വാതിൽ പോലും ഇപ്പോഴേക്കും 2 വർഷമായുള്ളൂ വാതിൽ പോലും വെച്ചിട്ട്. 24 തീർത്ഥയുടെ കുടുംബത്തിൻ്റെ ദുരിതം പുറം ലോകമറിഞ്ഞു. ഇതോടെയാണ് മഞ്ചേശ്വരം MLA AK അഷ്റഫ് തീർത്ഥയ്ക്ക് ആശ്വാസവുമായി എത്തിയത്. ലോൺ ബാധ്യത ഏറ്റെടുത്ത MLA ഒരാഴ്ചക്കകം വീടിൻ്റെ ആധാരം കുടുംബത്തിന് തിരിച്ചു നൽകുമെന്ന് അറിയിച്ചു. വാർത്ത അറിഞ്ഞ ഉടനെ ബാങ്കിൻ്റെ മുഴുവൻ അവരുടെ ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു. ഇതെല്ലാം നല്ലൊരു സങ്കട വാർത്തയാണ്. ഞാൻ അവർക്കിപ്പോൾ ഈ ഫാമിലിക്കും അവരോടും ബാങ്കുകാരോടും പറഞ്ഞത് ഈ ആഴ്ച കൊണ്ട് MLA നിലക്ക് അതിൻ്റെ സമ്പൂർണ്ണ ബാങ്കുമായിട്ട് അവരും ചെറിയൊരു ഇളവ് അനുവദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ആണെങ്കിലും ഒറ്റ ആഴ്ച കൊണ്ട് ആ ലോണ് ഞാൻ അവരെ തീർത്തു കൊടുക്കും. ഒരു വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടതിൻ്റെ ആശ്വാസത്തിലാണ് തീർത്ഥയും കുടുംബവും. 24 കാസർഗോഡ്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.